Hi friends, JENY'S vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫിഷ് മോളിയാണ്. വിശേഷ അവസരങ്ങളിലോ അല്ലെങ്കിൽ നല്ല മീൻ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നെയ്മീൻ്റെ 6 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദശക്കട്ടിയുള്ള ഏത് മീനും നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 7-8 പച്ചമുളക്. ഞാൻ ചെറുതായതുകൊണ്ടാണ് 7 എണ്ണം എടുത്തത്. നമ്മൾ സാധാരണ എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണത്തിന് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു തക്കാളി ചെറുതായി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം, അതായത് മീൻ മാരിനേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിനും വേണം, നമുക്ക് കറിയിൽ യൂസ് ചെയ്യാനും വേണം. അപ്പം മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനൊരു പിഞ്ച് ഗരം മസാല ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. മീനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നാരങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1-ാം പാലാണിത്. ഒരു തേങ്ങ മുഴുവനെ എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലാണിത്. കുറച്ച് വെള്ളം കൂട്ടി ഞാൻ 2-ാം പാലും എടുത്തിട്ടുണ്ട്. കാരണം തേങ്ങാപ്പാലിലാണ് നമ്മൾ മീൻ മൊത്തം വേവിച്ചെടുക്കുന്നത്. അപ്പം ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യമാണ്. ഈ കറിയിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി അധികം ആകരുത്, ഒത്തിരി ചേർത്ത് കൊടുത്ത് കറിയുടെ കളറങ്ങ് മഞ്ഞ കളറായിട്ട് പോകും. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അധികം പൊടിഞ്ഞു പോകാതെ ഇരിക്കും. അതുകൊണ്ടാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പലരും ഫിഷ് മോളി തയ്യാറാക്കുന്ന പല രീതിയിലായിരിക്കും. ചിലർ മീൻ ഷാലോ ഫ്രൈ ഒന്നും ചെയ്യാറില്ല, നേരിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നെയ്മീനായ കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോകാനും കൊണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മീനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ തന്നെ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയിരിക്കുന്ന മീനും ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എല്ലാം ടീസ്പൂണാണ്. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്,
നടുവേ കീറി വെച്ച ഒരു 8 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 8 എണ്ണം എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയുടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണിത്. കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളൊന്ന് ചേർത്ത് കൊടുക്കുക. അധികം മസാലകളില്ല. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഗരം മസാല പൊടിക്ക് നമുക്ക് മഞ്ഞൾ പൊടിയൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വെള്ള കളറിനേക്കാളിൽ എനിക്കൊരു ക്രീം കളറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഒരു 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഞാൻ ആ മീനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മീൻ ഉടഞ്ഞു പോകുന്ന കാരണം നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചട്ടി എടുത്ത് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ ചേർത്തതാണ്. ഞാനിത് അടച്ചു വെക്കുന്നില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ ഇരുന്ന് വേകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആകാറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കാഷ്യൂ പേസ്റ്റ് ആക്കിയതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിത് പുളിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. പുളിയുടെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് പുളി ചേർക്കാറ്. ചിലർ വിനെഗർ ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ നാരങ്ങാനീര്. ഇതിലെന്തെങ്കിലും നമ്മൾ പുളിക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി വരുവാണ്. അപ്പോൾ ഇതൊന്ന് പറ്റുന്ന സമയത്തേക്ക് നമുക്കിതിനു വേണ്ടി 2 പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തലപ്പാൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയോട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്കിത് തിളയ്ക്കൊന്നും വേണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. അതോടൊപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ.